ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ് ഹെഡപ്പ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇവാപ്പറേഷൻ ആണ്. ഇവാപ്പറേഷൻ എന്താണെന്ന് അറിയാം അല്ലേ? നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഫാർമസ്യൂട്ടിക്സിൽ കോൺസെൻട്രേറ്റ് എക്സ്ട്രാക്ട് ചില സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവാപ്പറേറ്റ് ചെയ്യേണ്ടി വരും. സോ ഒബ്ജക്റ്റീവ് ഇവാപ്പറേഷൻ ആണ്. സോ നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ട്, എന്നാൽ ബേസിക് ഒബ്ജക്റ്റീവ് മീൻസ് കോൺസെൻട്രേഷൻ കൂട്ടുക എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ആണ്. നമുക്ക് എന്താ സോൾവെൻസിൻ്റെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് കോൺസെൻട്രേറ്റ് ആക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ്. ആൻഡ് എക്സ്ട്രാ കോൺസെൻട്രേഷൻ, ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നാച്ചുറൽ സോഴ്സിൽ നിന്ന് പലതും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? സോ അത് കിട്ടുന്ന, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആൽക്കലോയിഡ്സ് ആയിക്കോട്ടെ, ടാനിൻസ് ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷേ എന്നാൽ തന്നെ നമുക്ക് അത് കിട്ടുന്ന ലാർജ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആക്കണം, അതായത് സോൾഡിഫൈ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ എങ്കിൽ നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ബേസിക്കലി നമ്മുടെ സോൾവെൻറ്റ് അവിടെ നിന്ന് മൂവായി അല്ലെങ്കിൽ റിമൂവായി നമുക്ക് കോൺസെൻട്രേറ്റ് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവാപ്പറേഷൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപ്പറേഷൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേപ്പറൈസേഷൻ കൂടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി ഇവാപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇറ്റ്സ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. പിന്നെ ടൈം ഓഫ് എക്സ്പോഷർ ആണ്. എത്രത്തോളമാണ് എക്സ്പോസ് ആവുന്നത് അത്രത്തോളം എൻ്റെ ഇവാപ്പറേഷൻ സ്റ്റഡി സ്റ്റേബിളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? സോ മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. സോ ബേസിക്കലി ചില ഡ്രഗ്സുകളിൽ കൂടുതലായിട്ട് ചില സമയങ്ങളിൽ ഡീകമ്പോസിഷൻ നടക്കാറുണ്ട് മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ. അതും ചില സമയത്ത് എലിവേറ്റ് ടെമ്പറേച്ചറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറിൽ കൺട്രോൾ ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഫൈനൽ ഡ്രൈയിങ് നടത്തേണ്ടി വരും. ചില സമയങ്ങളിൽ കുറച്ച് മോയ്സ്ചർ പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോയ്സ്ചർ കണ്ട് പ്രശ്നമാണ്. സോ മോയ്സ്ചർ കണ്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവാപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന വരില്ല. സോ മോയ്സ്ചർ കാരണം ഡീഗ്രേഡ് ആവുന്ന ഡ്രഗുകൾ അല്ലെങ്കിൽ ഡീകമ്പോസ് ആവുന്ന ഡ്രഗുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതനുസരിച്ച് സ്യൂട്ടബിളായിട്ട് കൺട്രോൾ ടെമ്പറേച്ചറിൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സോ ടെമ്പറേച്ചർ, ടൈം ഓഫ് എക്സ്പോഷർ, മോയ്സ്ചർ കണ്ടന്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഇവാപ്പറേറ്റിംഗ് ടെക്നിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇവാപ്പറേറ്റിംഗ് പെയിൻ ആണ്. സോ ഇതിൻ്റെ ഒക്കെ പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കാതിരിക്കരുത്, റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. സോ ഇവാപ്പറേറ്റിംഗ് പാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു സാധാരണ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, അത് അത്രേ ഉണ്ടാവുള്ളൂ. ഇവാപ്പറേറ്റിംഗ് പാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പാത്രം എടുത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. സോ ബേസിക്കലി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കോപ്പർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകാം. സോ ഒരു സ്റ്റീം ജാക്കറ്റ് സറൗണ്ട് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റിംഗ് പാൻ ഉണ്ട് എന്നാണ്. ഇപ്പോൾ പിക്ചർ ഞാൻ ജസ്റ്റ് വരച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക, ഒരു പാൻ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ ഒരു ഇവാപ്പറേറ്റിംഗ് പാൻ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ അടിയിൽ കൂടെ ഒരു കോൺസെൻട്രേറ്റ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഭാഗം ഉണ്ടായിരിക്കും. സോ ഇവിടെ കെറ്റിൽ ഒരു ജാക്കറ്റ് ഉണ്ടായിരിക്കും ആൻഡ് സ്റ്റീം ഇൻലെറ്റ് ആൻഡ് സ്റ്റീം ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു ചുമ്മാ ഒരു ജാക്കറ്റ് പോലെ വരച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയും ചെയ്യാം കേട്ടോ, ഒന്നും പ്രശ്നമൊന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതുവഴി ഇങ്ങനെ സ്റ്റീം ഇങ്ങനെ കടത്ത് കൊണ്ടേയിരിക്കും. സോ ഇത് പാനാണ്, ഇതിനകത്ത് നമ്മൾ സാധനം ഒഴിക്കുക. സോ പ്രൊഡക്റ്റ് നമുക്ക് താഴെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് വർക്കിംഗ് പറയുവാണെങ്കിൽ. നമ്മൾ ഡൈലൂട്ടായിട്ട് സൊല്യൂഷൻ ഒഴിക്കുന്നു, സ്റ്റീം കടന്നു പോകുന്നു, അത് തിളയ്ക്കുന്നതനുസരിച്ച് പുറത്തേക്ക് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്, കോൺസെൻട്രേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്, വിചാരിക്കും പോലെയൊന്നുമല്ല. ഇത്രയേ ഉള്ളൂ ഇവാപ്പറേറ്റിംഗ് പാൻ പറയുവാണ് എന്നുണ്ടെങ്കിൽ. സോ ജസ്റ്റ് മൈൻഡാക്കി വെക്കുക, കോപ്പറാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഒരു ജാക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ചൂടാക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ പറയാൻ പോകുന്ന ഇവാപ്പറേറ്റിംഗ് സ്റ്റില്ലാണ്. സോ ഇത് രണ്ടും, അത് നേരത്തെ പറഞ്ഞ ഇവാപ്പറേറ്റിംഗ് പാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റില്ലായിക്കോട്ടെ, രണ്ടും ഭയങ്കര സിമ്പിളാണ്, അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ നേരത്തെ നമ്മൾ പാൻ പറഞ്ഞില്ലേ, പാൻ്റെ പുറത്തൊരു കവറിങ് ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പാൻ ഉണ്ട്, ഒരു ജാക്കറ്റൊക്കെ ഉണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു കവറിങ് ഉണ്ടാവും. ഈ കവറിങ് എന്ന് പറയുന്നത് ഒരു കണ്ടൻസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ കണ്ടൻസറിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മൾ ഡിസ്റ്റിലേഷൻ പഠിച്ചില്ല, അതേ ഒരു പരിപാടി തന്നെയാണ്. സോ ഇവിടെ നമുക്ക് മിക്സ്ചറുണ്ട്, അതെന്തും ചൂടാക്കുന്നു, അതിൻ്റെ വേപ്പർ മേലേക്ക് കയറുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കണ്ടൻസർ വരുന്നു, ഡൈലൂട്ടായി മീൻസ് കണ്ടൻസറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താവുന്നു, നമുക്ക് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നു അല്ലേ? സോ ലിക്വിഡായിട്ട് മാറുന്നു. അപ്പോൾ ഓൾറെഡി ഡൈലൂഷൻ കുറഞ്ഞു, കോൺസെൻട്രേഷൻ വന്നു.
സോ അവിടെ എന്ത് ചെയ്യുന്നു, ഡൈല്യൂഷൻ ആയത് മീൻസ് ഡൈല്യൂഷൻ മാറി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സോ ഒരു സിലിണ്ടറിക്കൽ കവർ എക്സ്ട്രാ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലാമ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഡൈലൂട്ട് ആയിട്ടുള്ള ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു ആൻഡ് ക്ലാമ്പ് ചെയ്ത് വെക്കുന്നു, ചൂടാക്കുന്നു, കണ്ടൻസറിലേക്ക് വരുന്നു, കണ്ടൻസർ അവിടെ നമ്മൾ കളക്ട് എടുക്കുന്നു എന്നുള്ളതാണ്. പിക്ചർ നോക്കി വെക്കാം. സോ ഇതൊരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വരുമ്പോൾ പറയാം. ഒരു പാൻ നമുക്ക് സ്റ്റില്ലാക്കാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ പറയാൻ പോണ ഷോർട്ട് ട്യൂബ് ഇവാപ്പറേറ്റേഴ്സ് ആണ്. സോ പേര് പറയുന്നത് പോലെ തന്നെ ഷോർട്ട് ട്യൂബ് തന്നെയാണ് കേട്ടോ. സോ എളുപ്പമാണ്. ഇതും മറ്റുള്ള പോലെ ഇവാപ്പറേറ്റേഴ്സ് പോലെ തന്നെയാണ്. എൻ്റെ പിക്ചർ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ പാൻ വരച്ചതിനേക്കാൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ നിന്നൊരു വേപ്പർ ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ, ഒരു വേപ്പർ ഔട്ട്ലെറ്റ് ഉണ്ട്. സോ നമുക്കൊരു ഫീഡ് ഇൻലെറ്റ് ഇവിടെ ഉണ്ടാവും. സോ ഇതിങ്ങനെ ഫുള്ളി കവർ ചെയ്ത് വരുന്നുണ്ട്. താഴെ കൂടെ നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ ഇതിനകത്തൂടെ നമ്മൾ കണ്ടൻസ്ഡ് ഗ്യാസ് കടത്തി വിടുന്നുണ്ടായിരിക്കും കേട്ടോ. ഗ്യാസ് കടത്തി വിടുന്നുണ്ടാവും, ലിക്വിഡ് ഇട്ടിട്ടുണ്ടായിരിക്കും. സോ ഇതിങ്ങനെ കടന്ന് എപ്പോഴും ഇവാപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വേപ്പർ പുറത്തേക്ക് പോകുന്ന പരിപാടിയാണ്. സോ ജസ്റ്റ് ഞാനൊരു കൺസ്ട്രക്ഷൻ പറയാം. ഒരു ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഇവാപ്പറേറ്റർ ഒരു സിലിണ്ടറിക്കൽ വെസൽ പോലെ ആയിട്ടുണ്ടാവും. ഒരു നെസ്റ്റ് ഓഫ് ട്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, ലോവർ പോർഷനിലേക്ക്. സോ ഒരുപാട് ട്യൂബ്സുകൾ ഇങ്ങനെ അതിലിങ്ങനെ കടത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അത് മാത്രമല്ല, നമ്മളൊരു സ്റ്റീം ഫ്ലോ ഉണ്ട്. എല്ലാവരും നമ്മൾ സ്റ്റീം ഫ്ലോ പറഞ്ഞു, സ്റ്റീം ഫ്ലോ കടന്നു പോകുന്നുണ്ടായിരിക്കും. സോ നമുക്കൊരു ഇൻലെറ്റ് ഉണ്ട്, നമുക്ക് ബോട്ടറിൽ നമുക്കൊരു ഔട്ട്ലെറ്റും ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റും. സോ വർക്കിംഗ് പറയുവാണെങ്കിൽ ഫീഡിൽ കൂടെ നമ്മൾ സാധനം കൊടുക്കുന്നു. സോ അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ മിക്സായി ബോയിൽ ചെയ്ത് അത് വേപ്പർ പുറത്തുകൂടെ കടന്നു പോകുന്ന പരിപാടിയാണ്. ആൻഡ് നമുക്ക് കോൺസെൻട്രേറ്റ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് സർഫസ് ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വിഗ്രസ് ആയിട്ടുള്ള സർക്കുലേഷൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും, പെട്ടെന്ന് നമുക്ക് സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഷോർട്ട് ട്യൂബിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം ഇതിൽ പറഞ്ഞ എല്ലാം നമുക്ക് അറിയുന്നതാണ്. നമ്മൾ ആ ഒരു പിക്ചർ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഇവാപ്പറേഷൻ ആണ്. സോ പേര് പറയുന്ന പോലെ തന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചെടുക്കുന്ന പരിപാടിയാണ്. ഇതിൻ്റെയും പിക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. അതായത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്യൂബ് പോലെയുണ്ട്. ഇതുവഴി നമ്മൾ സ്റ്റീം കടത്തി വിടുകയാണ് ചെയ്യുക. സ്റ്റീം കടത്തി വിടുന്നു. സോ ഇവിടെ ഒരു കണ്ടൻസർ ഉണ്ട്, പുറത്തേക്ക് വരുന്ന കണ്ടൻസർ ഉണ്ട്. സോ ഇതൊരു വേപ്പർ ഹെഡിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് വേപ്പർ കടന്നു വരുന്നു. ആൻഡ് ഇവിടെ ഒരു കോൺസെൻട്രേറ്റർ ഉണ്ട്, ഒരു ഫീഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്, ആൻഡ് സർക്കുലേറ്റിംഗ് പമ്പ് ഉണ്ട്, കണ്ടൻസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. സോ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിൾ സാധനമാണ്. സോ ഇവാപ്പറേറ്ററിനകത്തൊരു ഷോർട്ട് ട്യൂബ് കലൻഡ്രിയ ഉണ്ട്, ലാർജ് സിലിണ്ടർ വെസലാണ്. സോ അവിടെ നമ്മൾ വേപ്പറും ലിക്വിഡും സെപ്പറേറ്റ് ആക്കുന്നു. ഇവിടെ നമ്മൾ വേപ്പർ സെപ്പറേറ്റ് ആക്കുന്നു, ലിക്വിഡ് സെപ്പറേറ്റ് ആക്കുന്നു. ആൻഡ് പമ്പിലൂടെ കടന്നിട്ട് ഹൈ പ്രഷറിലൂടെ പോകുന്നു. അതായത് നമ്മൾ ചൂടാക്കുന്ന പരിപാടിയാണ്, പക്ഷേ അവിടെ ഹൈ പ്രഷർ ഉണ്ട് എന്നാണ്. ഈ ഒരു ട്യൂബ് കണ്ടില്ലേ, ഈ ഒരു ട്യൂബിനകത്തൂടെ നമുക്കൊരു ഹൈ പ്രഷറിൽ പോകുന്നു. ഇവിടെ കൂടെ സ്റ്റീം നന്നായിട്ട് കടന്നു പോവുക ചെയ്യുക. സോ ഇവിടെ ഒരു കോൺസെൻട്രേറ്റർ ഉണ്ട്. ഇതുവഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ സെപ്പറേറ്റ് വേപ്പർ മാറുന്നു, ലിക്വിഡ് മാറുന്നു. അത് വീണ്ടും തിരിച്ചു വന്ന് കണ്ടൻസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്ലോസ്ഡ് സ്റ്റില്ലിൻ്റെയൊക്കെ ഒരു ഇച്ചിരി അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറയാം. സോ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഇൻലെറ്റിലൂടെ നമ്മൾ കടത്തി വിടുന്നു, ഫോഴ്സ്ഡ് എയർ കടത്തി വിടുകയാണ് ചെയ്യേണ്ടാവുക. സോ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രഷർ ഡ്രോപ്പ് അനുസരിച്ച് പുറത്തേക്ക് ഫ്ലാഷ് ചെയ്ത് വരുവാണ് ചെയ്യുക. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ലിക്വിഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കാം. സോ വിസ്കസ് ലിക്വിഡ്സ് പോലും നമുക്കിവിടെ ചെയ്യാം എന്നുള്ളതാണ്. സോ തെർമോലേബിൾ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ചെയ്യാം. കാര്യം പെട്ടെന്ന് റാപ്പിഡായിട്ട് ഇവാപ്പറേഷൻ റേറ്റ് കൂടും. കാരണം നമ്മളിത് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്താണ് ചെയ്യുന്നത്, പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് സഡൻ ക്യുക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഭയങ്കര സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിലിം ഇവാപ്പറേറ്റേഴ്സ് ആണ്. സോ പേര് പറയുന്നത് പോലെ എന്തോ ഒരു ഫിലിം ഉണ്ടാവുന്നു അല്ലേ, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ബേസിക്കലി എളുപ്പമുള്ളത്. സോ എൻ്റെ പിക്ചർ ഞാൻ ഒന്ന് വരച്ചു തരാം. സോ ഫിലിം ഇവാപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു വലിയ സിലിണ്ടർ പോലെയൊക്കെ ഉണ്ടായിരിക്കുക, ഒരു നാരോ കൈൻഡ് ഓഫ് ട്യൂബ് പോലെ ഉണ്ടാവും, വലിയ ട്യൂബ്. സോ ലാർജർ സർഫസ് ഏരിയ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. സോ ഒരു ടോപ്പ് ബോട്ടം ഉണ്ടാവും, ടോപ്പ് ആൻഡ് ബോട്ടം ഏരിയ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ പറയുവാണെങ്കിൽ ഒരു ഫീഡ് ഉണ്ടായിരിക്കും, ആൻഡ് ഒരു ഡിസ്റ്റിലേറ്റ് താഴെ ഉണ്ടായിരിക്കും, ഒരു വാക്വം ഏരിയ ഉണ്ടായിരിക്കും, ഒരു റെസിഡൽ ഏരിയ ഉണ്ടായിരിക്കും, ഒരു കണ്ടൻസർ ഉണ്ടായിരിക്കും, സ്റ്റീം കടന്നു പോകുന്നൊരു ഏരിയ ഉണ്ട്. എല്ലാത്തിലും സ്റ്റീം കടന്നു പോകുന്നൊരു ഏരിയ ഉണ്ടാവും കേട്ടോ. സോ ഒരു ഡ്രൈവർ, ടോപ്പിൽ കൂടെ ഡ്രൈവർ ഉണ്ടായിരിക്കും. സോ ഇത്രയുമാണ് ബേസിക്കലി ട്യൂബ് പോലെ ഉണ്ടാവും. സോ വർക്കിംഗ് പറയുവാണെങ്കിൽ ലിക്വിഡ് നമ്മൾ അകത്തേക്ക്
കടത്തി വിടുന്നു, ബോട്ടം ഓഫ് ദ ട്യൂബിലൂടെ നമ്മൾ ലിക്വിഡ് കടത്തി വിടുന്നു എന്നുള്ളതാണ്. സോ ലിക്വിഡ് ഈസ് ഇൻട്രൊഡ്യൂസ് ദ ബോട്ടം ഓഫ് ദ ട്യൂബ് ഫോമിങ് എ ഫിലിം ദാറ്റ് റൈസ് ഓഫ് ദ ട്യൂബ് ഡ്യൂ ടു വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു, ഒരു ഫിലിം പോലെ ഫോം ചെയ്യുന്നു, മിക്സ്ചേഴ്സ് വേപ്പർ ആവുന്നു, പിന്നെ കണ്ടൻസ് ആവുന്നു, ടോപ്പിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. സോ ട്യൂബ് പോലത്തെ ഒരു ഏരിയ ആണ്, നിങ്ങൾ ആ പിക്ചർ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുണ്ടാവും. സോ അതിലൂടെ നമ്മൾ കടത്തി വിട്ടതിന് ശേഷം അതെന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ഫിലിം പറയുന്നത് പോലെ തന്നെ ഒരു ഫിലിം ഫോം ചെയ്ത് റൈസൻ ആയതിനു ശേഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഫിലിം ഇവാപ്പറേറ്റർ. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഈവൻ ദോ ഹൈ ഫിലിം വെലോസിറ്റി ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് അങ്ങനെ ഒരു വിത്തിൻ ബൗണ്ടറി നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടും, അത്യാവശ്യം നമുക്ക് കോൺസെൻട്രേറ്റഡ് കിട്ടും, ലാർജ് സർഫസ് ഏരിയ നമുക്ക് അവൈലബിൾ ആകും. ഈവൻ ദോ സ്മോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ തെർമോലേബൽ മെറ്റീരിയൽസ് പോലും നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ചർ പഠിക്കുക, അതാണ് മേജർലി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലോങ് ട്യൂബ് ഇവാപ്പറേറ്റേഴ്സ് ആണ്, ക്ലൈംബിംഗ് ഫിലിം ഇവാപ്പറേറ്റർ പറയും. സോ ബേസിക്കലി ഇവാപ്പറേറ്റർ സ്റ്റീം ജാക്കറ്റ് ട്യൂബ്സ് ആയിരിക്കും, വലിയ ട്യൂബ്സുകൾ ഉണ്ടായിരിക്കും. സോ ലിക്വിഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടെക്നിക്ക് തന്നെയാണ്, മറ്റേ സ്മോൾ ആണെങ്കിൽ ഇത് ലാർജ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെയിം അവിടെ പറഞ്ഞ എല്ലാം സെയിം തന്നെയാണ്, ഈവൻ ദോ ഡാമേജ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റർ ആണ്. സോ മൾട്ടി സ്റ്റേജുകൾ, 2-3 സ്റ്റേജുകളായിരിക്കും ചെയ്യുക. അതിൻ്റെ സ്റ്റേജ് ഒന്ന് ഇവാപ്പറേറ്റർ സെപ്പറേറ്റ് സ്റ്റേജ്, കണ്ടൻസിൻ വേറെ സ്റ്റേജ്, അങ്ങനെ ഓരോരോ സ്റ്റേജുകളായിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മൾ വർക്കിംഗ് പറയുവാണെങ്കിൽ നമ്മൾ ഫീഡിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അത് കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, പിന്നെ ഫർദർലി കണ്ടൻസായി നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റർ എന്ന് പറയാം. സോ പിക്ചർ നോക്കിക്കോളാം, പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റർ പേര് പറയാൻ ശ്രദ്ധിക്കാം കേട്ടോ. മൾട്ടി എഫക്റ്റ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. സോ ജസ്റ്റ് പിക്ചർ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റീം വഴി കടന്നു പോകുന്നു. സോ വീണ്ടും 2-3 ട്യൂബ്സുകളുണ്ട്. സോ ഇവിടെ കണ്ടൻസർ ഉണ്ട്. സോ ഇതിലൂടെ സ്റ്റീം അടുത്ത് വിടുന്നു, നമ്മൾ സാധനം വിടുന്നു, അകത്തേക്ക് കടന്നു പോകുന്നു, തിരിച്ചു പോകുന്നു. അതായത് 2-3 ഇവിടെ എന്ത് നടക്കുന്നു, കോൺസെൻട്രേഷൻ, ഇവിടെ ഇവാപ്പറേഷൻ ആൻഡ് ഇവിടെ കണ്ടൻസേഷൻ, 2-3 പ്രോസസ്സുകൾ ബാച്ചായിട്ട് നടക്കുന്ന പരിപാടിയാണ് മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. 2-3 കാര്യങ്ങൾ. മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റർ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണെന്ന് വെച്ചാൽ കൂടുതലാണെങ്കിൽ തന്നെയും അത് എഫക്റ്റീവായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ലാർജ് സ്കെയിൽസിലൊക്കെ നമുക്ക് ലിക്വിഡ്സൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായി നമുക്ക് ഈ ഒരു രീതി ചെയ്യാം. കാരണം ബാച്ച് വൈസ് ആയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒന്നിൽ ഇതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒന്നിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, കണ്ടൻസ് ചെയ്യുന്നു അല്ലേ. സോ അഡ്വാൻറ്റേജ് ബേസിക്കലി പറയുന്നത് മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റേഴ്സ് ഓഫേഴ്സ് ഇംപ്രൂവ്ഡ് എഫിക്കസി, റെഡ്യൂസ് എനർജി കൺസപ്ഷൻ ആൻഡ് സ്യൂട്ടബിൾ ഫോർ സ്കെയിൽ ഫോമിംഗ് ലിക്വിഡ് ബിക്കോസ് ദേ കോൺസെൻട്രേറ്റ് പ്രൊഡക്റ്റ് ഈസ് സബ്ജക്ട് ടു ലോ ടെമ്പറേച്ചർ. സോ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ മൾട്ടി എഫക്റ്റുകളാണ് ഇവിടെ തരുന്നത്. ഒരേ സമയത്ത് കണ്ടൻസ് ചെയ്യുന്നു, ഒരേ സമയത്ത് ഇവാപ്പറേറ്റ് ചെയ്യുന്നു, ഒരേ സമയത്ത് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലേ. ഓരോന്നും ഓരോ സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാച്ച് വൈസ് ആയതുകൊണ്ട് എഫിഷ്യൻസി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സോ മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റേഴ്സിൻ്റെ വീണ്ടും അതിൻ്റെ അഡ്വാൻറ്റേജ് സബ് ഡിവൈഡ് ഉണ്ട്. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളത് വായിച്ചാൽ മാത്രം മതിയായിരിക്കാം. ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ കോൾഡ് ഫീഡിൽ നമുക്ക് സ്യൂട്ടബിൾ അല്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൾട്ടി എഫക്റ്റ് ഇവാപ്പറേറ്റർ നോട്ട് ഐഡിയൽ ഫോർ കോൾഡ് ഫീഡ് ബിക്കോസ് ദ സ്റ്റീം ഇൻപുട്ട് ഇൻ ദ ഫസ്റ്റ് എഫക്ട് റേസ് ടെമ്പറേച്ചർ ഓഫ് ദ ഫീഡ്. അതായത് നമ്മൾ ആദ്യം തന്നെ സ്റ്റീം കൊടുക്കുക, അപ്പോൾ സ്റ്റീം കൊടുക്കുമ്പോൾ അതിന് ടെമ്പറേച്ചർ കൂടുന്നു, പിന്നെ സ്മോൾ എമൗണ്ട് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു, പിന്നെ അത് വേപ്പറൈസേഷൻ നടക്കുന്നു, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ കണ്ടൻസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡ് ഫീഡിലൊന്നും നമുക്ക് പോസിബിൾ അല്ല. കാര്യം ടെമ്പറേച്ചർ കൂടാം കുറയാം, നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റിലല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൾഡ് ഫീഡ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാത്തിൻ്റെയും സ്റ്റിൽസുകളും ഫോട്ടോസും വരയ്ക്കാൻ പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. സോ നെക്സ്റ്റ് വേണം. താങ്ക് യു.